കുറച്ച് എഴുച്ചിലുണ്ട്, എഴുച്ചിലുണ്ട് കുറച്ച്. നല്ല പടമാണ്, ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, കണ്ടിരിക്കാം. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഓക്കെ വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. നൈസ്. അഭിനയിച്ചിട്ടുണ്ടില്ലെന്നല്ല, പക്ഷെ സ്ഥിരം കാണുന്ന റോങ് കോം തന്നെ. പക്ഷെ അത് രാഞ്ജന പോലെ തന്നെ രണ്ടുപേരും. അത് കുറച്ച് കൂടുതൽ കൊള്ളാം, നല്ല പടം. അതിൻ്റെ അത്രയും കൊള്ളാം. കൊള്ളാം, കുഴപ്പമില്ല, ലാഗൊന്നുമില്ല. കൊള്ളാം, നല്ല അഭിനയം. കുഴപ്പമില്ല, വൺ ടൈം വാച്ചബിൾ, അല്ലാണ്ട് വലിയ പ്രത്യേകിച്ചില്ല. പക്ഷെ നല്ല രസമുണ്ട്. കാരണം ഇങ്ങനെ ഇൻറ്റൻസ് ലവ് ഒന്നും ആരും എടുക്കാറില്ല, എല്ലാവരും ക്ലീഷ റൊമാൻസ് എടുക്കാറുള്ളത്. അപ്പോൾ ആ വെച്ച് നോക്കുമ്പോൾ മാത്രം കൊള്ളാം. കുറച്ചൊക്കെ, കാരണം നമുക്ക് പ്രതീക്ഷിക്കാം, ഈ സ്റ്റോറി കാണുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ മടുപ്പിക്കും. പടം അത്ര പോരായിരുന്നു, എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. പാട്ട് വേഗം സ്കോർ കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ആനന്ദ റൈയുടെ സ്ഥിരം ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അത് തന്നെ. ഓഡിയൻസിന് കണക്റ്റ് ആവും, പക്ഷേ ഇത് ഓവറായി, ഭയങ്കര ഓവർ ഇതായിപ്പോയി. നമുക്കൊരു ലാഗ് വരുന്നുണ്ട്. ഓൾറർ കുഴപ്പമില്ല. കാതൽ കൊണ്ടേനും രാഞ്ജനായും അതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഇതുമായിട്ടൊരു കണക്ഷൻ വന്ന് അങ്ങനെ ഇഷ്ടപ്പെടാനേ ഉള്ളൂ. അല്ലാതെ പക്ഷം നോക്കുമ്പം ഇതിപ്പോൾ പടം നല്ല ഡ്യൂറേഷൻ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ആയിരിക്കത്തില്ല. അത് ഡിപ്പെൻസ് അതിൽ. മീൻസ് അതാ ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഇപ്പം റേറ്റബിൾ സീൻസൊക്കെ ഉള്ളവർക്ക് നല്ലപോലെ കണക്റ്റ് ആവും. അല്ലാത്തവർക്ക് അത് ചിലവർക്ക് കണ്ടുകൊണ്ടിരിക്കാൻ, ചിലവർക്ക് അപരാധമായിട്ടൊക്കെ തോന്നും. ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. അത് വേണമെങ്കിൽ കുറയ്ക്കാം, പക്ഷേ എനിക്കങ്ങനെ കുറയ്ക്കാൻ ബോറടിക്കാൻ ഫ്ലാറ്റ് സീൻസ് ഒന്നും അങ്ങനെ തോന്നിയില്ല. അത് കഥയുടെ ഒരു എല്ലാവരുടെ ഒരു കോംപ്ലക്സ് ഡൈനാമിക്സ് ഒക്കെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോയതാണ്. ഇഷ്ടപ്പെട്ടു. ആനന്ദൽ റൈയുടെ ഒരു ടിപ്പിക്കൽ ഫിലിമോഗ്രഫിയുണ്ട്. നിങ്ങളിപ്പം ഈ രാഞ്ജന തന്നെ കണ്ടാലും മതി. ഇപ്പം ആനന്ദൽ റൈ എന്ന് പറയുമ്പോൾ എല്ലാവരും എടുത്തിരിക്കുന്നത് തനു വിട്സ് മനു എന്ന് പറയുന്ന സിനിമയാണ്. അപ്പം അതല്ലാതെ ഇപ്പം രാഞ്ജനയുണ്ട്, അത്തരംഗി റേ ഉണ്ട്. ഇങ്ങനത്തെ സിനിമകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും ഇഷ്ടപ്പെടും. ടിപ്പിക്കൽ പടമാണ്, പ്രത്യേകിച്ച് വേറൊന്നും ഇല്ല. ഞാനൊരു ആനന്ദൽ റൈ പടം പ്രതീക്ഷിച്ചൊന്നും കിട്ടിയിരുന്നു. എനിക്ക് ബോറടിച്ചില്ല. അത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും. പിന്നെ എല്ലാവർക്കും ഇങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് പേഴ്സണലി വർക്കായി. കാര്യം ഇത് ഏതൊക്കെ ഓഡിയൻസിനെ കേട്ടർ ചെയ്താണ് എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം അതൊരു വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് അവിടുത്തെ ആൾക്കാർക്ക് ഇത് കണക്റ്റ് ആകേണ്ടതാണ്. ഇപ്പോൾ റാഞ്ചിന് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ പടം അവിടെ എന്തായാലും നല്ല രീതിക്ക് ഓടാൻ സാധ്യതയുള്ളൊരു പടമാണ്. അപ്പം അവരവരുടെ പാട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നുള്ളത്. ബാക്കി ഇപ്പം എല്ലായിടത്തും എല്ലാം നമുക്കിവിടെ ഇഷ്ടപ്പെടണമെന്നില്ല. നമുക്ക് ഇഷ്ടപ്പെടാത്തത് വേറെ ഓഡിയൻസസിന് ഇഷ്ടപ്പെടും. ഇപ്പോൾ തെലുങ്കിൽ എല്ലാ പടം ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ലല്ലോ. അതുകൊണ്ട് ഇത് അവിടെ കേട്ടർ ചെയ്തിട്ടാണുള്ളത്. ഞാൻ പിന്നെ ഈ പടങ്ങൾ ഹിന്ദി പടങ്ങൾ എനിക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു.